വെൽക്കം ടു വൈൽഡ് മാലോ. ഇന്നത്തെ വീഡിയോ 2025 ഏപ്രിൽ മാസം PSC ബുള്ളറ്റിന്റെ രണ്ടാമത്തെ ലക്കത്തിൽ വന്നിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇലോൺ മസ്കിന്റെ XAI പുതിയതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ട് ഗ്രോക്ക് 3. ഇലോൺ മസ്കിന്റെ XAI പുതിയതായി പുറത്തിറക്കുന്ന ചാറ്റ് ബോട്ട് ഗ്രോക്ക് 3. ബ്ലൂ ഗോസ്റ്റ് പേടകത്തെ ചന്ദ്രനിൽ ഇറക്കിയ അമേരിക്കൻ സ്വകാര്യ കമ്പനി ഫയർഫ്ലൈ എയ്റോസ്പേസ്. ബ്ലൂ ഗോസ്റ്റ് പേടകത്തെ ചന്ദ്രനിൽ ഇറക്കിയ അമേരിക്കൻ സ്വകാര്യ കമ്പനി ഫയർഫ്ലൈ എയ്റോസ്പേസ്. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ, ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാക്കുന്ന ആദ്യത്തെ സ്വകാര്യ ലാൻഡർ എന്നീ നേട്ടങ്ങൾ സ്വന്തമാക്കിയ അമേരിക്കൻ സ്വകാര്യ കമ്പനി ഫയർഫ്ലൈ എയ്റോസ്പേസ്. ചന്ദ്രനിൽ സുരക്ഷിതമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ, ലാൻഡിംഗ് സമ്പൂർണ്ണ വിജയമാക്കുന്ന ആദ്യത്തെ സ്വകാര്യ ലാൻഡർ എന്നീ നേട്ടങ്ങൾ സ്വന്തമാക്കിയ അമേരിക്കൻ സ്വകാര്യ കമ്പനി ഫയർഫ്ലൈ എയ്റോസ്പേസ്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളത്തിലേക്കുള്ള വിവർത്തന പുരസ്കാരത്തിന് അർഹനായത് KV കുമാരൻ. L ഭൈരപ്പയുടെ കന്നഡ നോവലായിട്ടുള്ള യാനം അതേ പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതിനാണ് പുരസ്കാരം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി മലയാളത്തിലേക്കുള്ള വിവർത്തന പുരസ്കാരത്തിന് അർഹനായത് KV കുമാരൻ. ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഓസ്ട്രേലിയൻ താരം സ്റ്റീവൻ സ്മിത്ത്. ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഓസ്ട്രേലിയൻ താരം സ്റ്റീവൻ സ്മിത്ത്. ടേബിൾ ടെന്നീസിൽ നിന്ന് വിരമിക്കുന്ന കായിക രംഗത്തെ നേട്ടങ്ങൾക്ക് 2022 രാജ്യത്തിന്റെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന നേടിയ ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ഇതിഹാസം അജന്ത ശരത് കമൽ. ടേബിൾ ടെന്നീസിൽ നിന്ന് വിരമിക്കുന്ന കായിക രംഗത്തെ നേട്ടങ്ങൾക്ക് 2022 രാജ്യത്തിന്റെ പരമോന്നത കായിക പുരസ്കാരമായ ഖേൽരത്ന നേടിയ ഇന്ത്യൻ ടേബിൾ ടെന്നീസ് ഇതിഹാസം അജന്ത ശരത് കമൽ. ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ബംഗ്ലാദേശ് താരം മുഷ്ഫിഖുർ റഹീം. ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ബംഗ്ലാദേശ് താരം മുഷ്ഫിഖുർ റഹീം. മൗറീഷ്യസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓപ്പൺ പുരസ്കാരം ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. പുരസ്കാരം നൽകിയത് മൗറീഷ്യസ് പ്രസിഡന്റായിട്ടുള്ള ധരംബീർ ഗോകുൽ. മൗറീഷ്യസിന്റെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദ സ്റ്റാർ ആൻഡ് കീ ഓഫ് ദി ഇന്ത്യൻ ഓപ്പൺ പുരസ്കാരം ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. പുരസ്കാരം നൽകിയത് മൗറീഷ്യസ് പ്രസിഡന്റായിട്ടുള്ള ധരംബീർ ഗോകുൽ. കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കുവാനും തുരത്താനുമായി കോട്ടയം IIIT വികസിപ്പിച്ച ഡ്രോൺ അസ്ത്ര V1. കാടിറങ്ങുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കുവാനും തുരത്താനുമായി കോട്ടയം IIIT വികസിപ്പിച്ച ഡ്രോൺ അസ്ത്ര V1. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിന്റെ ഭാഗമായി ഇന്ത്യ ബഹിരാകാശത്ത് വെച്ച് ഡോക്ക് ചെയ്തിട്ടുള്ള പേടകങ്ങൾ STX-01, XDS-02. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിന്റെ ഭാഗമായി ഇന്ത്യ ബഹിരാകാശത്ത് വെച്ച് ഡോക്ക് ചെയ്തിട്ടുള്ള പേടകങ്ങൾ STS-01, STX-02. US, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്തിയ നാലാമത്തെ രാജ്യം ഇന്ത്യ. US, റഷ്യ, ചൈന എന്നിവയ്ക്ക് ശേഷം ബഹിരാകാശത്ത് ഡോക്കിംഗ് നടത്തിയ നാലാമത്തെ രാജ്യം ഇന്ത്യ. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് V. രാമസ്വാമി. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ പാർലമെന്റിന്റെ ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് V. രാമസ്വാമി. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ഓൾറൗണ്ടർ സയ്യിദ് ആബിദ് അലി. അടുത്തിടെ അന്തരിച്ച ഇന്ത്യയുടെ മുൻ ഓൾറൗണ്ടർ സയ്യിദ് ആബിദ് അലി. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ വ്യക്തി AK പുതുശ്ശേരി. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ വ്യക്തി AK പുതുശ്ശേരി. അടുത്തിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ദേബേന്ദ്ര പ്രധാൻ. അടുത്തിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ദേബേന്ദ്ര പ്രധാൻ. അടുത്തിടെ അന്തരിച്ച ലാറ്ററൈറ്റ് ബേബി എന്ന് ആർക്കിയോളജിക്കൽ ലോകത്ത് അറിയപ്പെടുന്ന പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ഡോക്ടർ P. രാജേന്ദ്രൻ. അടുത്തിടെ അന്തരിച്ച ലാറ്ററൈറ്റ് ബേബി എന്ന് ആർക്കിയോളജിക്കൽ ലോകത്ത് അറിയപ്പെടുന്ന പ്രശസ്ത ആർക്കിയോളജിസ്റ്റ് ഡോക്ടർ P. രാജേന്ദ്രൻ.
വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ് തോൽപ്പിച്ചത് ഡൽഹി ക്യാപിറ്റൽസിനെ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസ് തോൽപ്പിച്ചത് ഡൽഹി ക്യാപിറ്റൽസിനെ. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത് ഇന്ത്യ തോൽപ്പിച്ചത് ഇറാൻ. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിൽ വിജയികളായത് ഇന്ത്യയാണ്. ഇന്ത്യ തോൽപ്പിച്ചത് ഇറാനെ. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിന്റെ വേദി ടെഹ്റാൻ. 2025 ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പിന്റെ വേദി ടെഹ്റാൻ. പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ കിരീടം നേടിയത് അരവിന്ദ് ചിദംബരം. പ്രാഗ് മാസ്റ്റേഴ്സ് ചെസ്സിൽ കിരീടം നേടിയത് അരവിന്ദ് ചിദംബരം. താഷ്കന്റ് ഓപ്പൺ ചെസ്സിൽ കിരീടം നേടിയത് നിഹാൽ സരീൻ. താഷ്കന്റ് ഓപ്പൺ ചെസ്സിൽ കിരീടം നേടിയത് നിഹാൽ സരീൻ. 10:20 സെക്കൻഡിൽ ഓട്ടം പൂർത്തിയാക്കി പുരുഷന്മാരുടെ 100 മീറ്ററിൽ ദേശീയ റെക്കോർഡ് നേടിയത് ഗുരീന്ദർവീർ സിംഗ്. 10:20 സെക്കൻഡിൽ ഓട്ടം പൂർത്തിയാക്കി പുരുഷന്മാരുടെ 100 മീറ്ററിൽ ദേശീയ റെക്കോർഡ് നേടിയത് ഗുരീന്ദർവീർ സിംഗ്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി പ്രഖ്യാപിച്ചത് തോമസ് ബാക്ക്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റായി പ്രഖ്യാപിച്ചത് തോമസ് ബാക്ക്. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഇന്ത്യ. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി ഇന്ത്യ. കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനം ഡിജിറ്റൽ ക്രോപ്പ് സർവേ. കൃത്യമായ വിളവിവരങ്ങൾ ശേഖരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച സംവിധാനം ഡിജിറ്റൽ ക്രോപ്പ് സർവേ. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് പൂനം ഗുപ്ത. റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതയായത് പൂനം ഗുപ്ത. ഫോബ്സിന്റെ ഈ വർഷത്തെ ശതകോടീശ്വര പട്ടികയിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്തിയത് ഇലോൺ മസ്ക്. ഇന്ത്യയിൽ മുകേഷ് അംബാനി, കേരളത്തിൽ MA യൂസഫ് അലി. ഫോബ്സിന്റെ ഈ വർഷത്തെ ശതകോടീശ്വര പട്ടികയിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്തിയത് ഇലോൺ മസ്ക് ആണ്. ഇന്ത്യയിൽ മുകേഷ് അംബാനി, കേരളത്തിൽ MA യൂസഫ് അലി. 2025 ബിംസ്റ്റെക് ഉച്ചകോടി നടന്നതെവിടെ? തായ്ലൻഡ്. 2025 ബിംസ്റ്റെക് ഉച്ചകോടി നടന്നത് തായ്ലൻഡ്. ഗ്രീസിലെ ആൻഡ്രോവിയ വ്യോമതാവളത്തിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം ഇനിയോച്ചോസ് 25. ഗ്രീസിലെ ആൻഡ്രോവിയ വ്യോമതാവളത്തിൽ നടന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസം ഇനിയോച്ചോസ് 25. അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഹോളിവുഡ് നടൻ വാൽ കിൽമർ. അടുത്തിടെ അന്തരിച്ച വിഖ്യാത ഹോളിവുഡ് നടൻ വാൽ കിൽമർ. അടുത്തിടെ അന്തരിച്ച അധ്യാപകനും ഭാഷാശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനുമായിരുന്ന വ്യക്തി ഡോക്ടർ TB വേണുഗോപാല പണിക്കർ. അടുത്തിടെ അന്തരിച്ച അധ്യാപകനും ഭാഷാശാസ്ത്രജ്ഞനും ഗ്രന്ഥകാരനുമായിരുന്ന വ്യക്തി ഡോക്ടർ TB വേണുഗോപാല പണിക്കർ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് നടൻ മനോജ് കുമാർ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് നടൻ മനോജ് കുമാർ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത കഥാപ്രസംഗ കലാകാരൻ ഐലം ഉണ്ണികൃഷ്ണൻ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത കഥാപ്രസംഗ കലാകാരൻ ഐലം ഉണ്ണികൃഷ്ണൻ. അടുത്തിടെ അന്തരിച്ച മലയാള സിനിമയിലെ ശ്രദ്ധേയരായ നായക നടന്മാരിൽ ഒരാളായിരുന്ന വ്യക്തി രവികുമാർ മേനോൻ. അടുത്തിടെ അന്തരിച്ച മലയാള സിനിമയിലെ ശ്രദ്ധേയരായ നായക നടന്മാരിൽ ഒരാളായിരുന്ന വ്യക്തി രവികുമാർ മേനോൻ. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ കടൽപ്പാലമായ രാമേശ്വരത്തെ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എന്നാണ്? 2025 ഏപ്രിൽ 6. രാജ്യത്തെ ആദ്യ വെർട്ടിക്കൽ കടൽപ്പാലമായ രാമേശ്വരത്തെ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തതെന്നാണ്? 2025 ഏപ്രിൽ 6. ഭൂകമ്പ ദുരിതമനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ബ്രഹ്മ. ഭൂകമ്പ ദുരിതമനുഭവിക്കുന്ന മ്യാൻമാറിനെ സഹായിക്കാൻ ഇന്ത്യ നടത്തിയ രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ബ്രഹ്മ. 2025 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവിക അഭ്യാസം ബോംഗോ സാഗർ. 2025 മാർച്ചിൽ ബംഗാൾ ഉൾക്കടലിൽ നടന്ന ഇന്ത്യ ബംഗ്ലാദേശ് സംയുക്ത നാവികാഭ്യാസം ബോംഗോ സാഗർ. ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്രവിഭൂഷണ പുരസ്കാരം ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ്. നൽകിയത് ശ്രീലങ്കൻ പ്രസിഡന്റായിട്ടുള്ള അനുരകുമാര ദിസനായക.
ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്രവിഭൂഷണ പുരസ്കാരം ലഭിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് നൽകിയത് ശ്രീലങ്കൻ പ്രസിഡന്റായിട്ടുള്ള അനുരകുമാര ദിസനായക. പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എച്ച്.വി. ഈശ്വർ. പ്രഥമ ജ്ഞാനശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എച്ച്.വി. ഈശ്വർ. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള വരദേവി പുരസ്കാരം ലഭിച്ച പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ വ്യക്തി പ്രൊഫസർ ജി.എൻ. പണിക്കർ. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള വരദേവി പുരസ്കാരം ലഭിച്ച പ്രമുഖ നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ വ്യക്തി പ്രൊഫസർ ജി.എൻ. പണിക്കർ. സാഹിത്യ പരിഷത്ത് പുരസ്കാരം ലഭിച്ചത് വി. മധുസൂദനൻ നായർ. സാഹിത്യ പരിഷത്ത് പുരസ്കാരം ലഭിച്ചത് വി. മധുസൂദനൻ നായർ. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. പ്രഥമ ഭാരതീയ വിദ്യാകീർത്തി പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫ്. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ സ്മരണാർത്ഥം ശ്രീ ചിത്തിര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് ലഭിച്ചത് നടൻ ജയറാം, ഒളിമ്പ്യൻ ആർ. ശ്രീജേഷ്. ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിന്റെ സ്മരണാർത്ഥം ശ്രീ ചിത്തിര തിരുനാൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ അവാർഡ് ലഭിച്ചത് നടൻ ജയറാമിനും ഒളിമ്പ്യൻ ആർ. ശ്രീജേഷിനും. പ്രൊഫസർ കേടാകുളം കരുണാകരൻ പുരസ്കാരം ലഭിച്ച മുൻ ചീഫ് സെക്രട്ടറി കെ. ജയകുമാർ. പ്രൊഫസർ കേടാകുളം കരുണാകരൻ പുരസ്കാരം ലഭിച്ച മുൻ ചീഫ് സെക്രട്ടറി കെ. ജയകുമാർ. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയത് ആരാണ്? ഗായത്രി ചക്രവർത്തി സ്പിവാക്. നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം നേടിയത് ഗായത്രി ചക്രവർത്തി സ്പിവാക്. 2024 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് കെ. പി. സുധീര. 2024 തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹയായത് കെ. പി. സുധീര. 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാമത് വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി. 1975 ഇന്ത്യ ഹോക്കി ലോകകപ്പ് വിജയിച്ചതിന്റെ 50ാമത് വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ പുസ്തകം മാർച്ച് ഓഫ് ഗ്ലോറി. കൃത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി. ആർ. നാഥ്. കൃത പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി. ആർ. നാഥ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഫസ്റ്റ് ഇൻ ദി വേൾഡ് ചാലഞ്ച് ഗ്രാന്റിന് അർഹനായത് ഡോക്ടർ ഗൗതം ചന്ദ്ര. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ഫസ്റ്റ് ഇൻ ദി വേൾഡ് ചാലഞ്ച് ഗ്രാന്റിന് അർഹനായത് ഡോക്ടർ ഗൗതം ചന്ദ്ര. പി. എൻ. പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ. പി. എൻ. പണിക്കർ ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് കേരളം. മികച്ച ക്ഷയരോഗ നിവാരണ പ്രവർത്തനങ്ങൾക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് കേരളം. 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ലാൻഡ് നോറിസ്. 2025 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് ലാൻഡ് നോറിസ്. ബെലറൂസിന്റെ പ്രസിഡന്റായി 7ാം തവണയും അധികാരമേറ്റത് അലക്സാണ്ടർ ലൂക്കാഷെങ്കോ. ബെലറൂസിന്റെ പ്രസിഡന്റായി 7ാം തവണയും അധികാരമേറ്റത് അലക്സാണ്ടർ ലൂക്കാഷെങ്കോ. ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.